അപ്പൊ ഈ 4 വർഷം മുൻപ് ഈ 10 കുട്ടികൾക്കും എത്ര വയസ്സ് വീതം കുറവായിരിക്കും? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എൻട്രി ടീച്ചിങ് എക്സാംസ്. അപ്പോൾ 2025 കേറ്റിട്ട് പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു എക്സാം ആയിരുന്നു കേറ്റിട്ട് 1 and 2 എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അവിടെ കുറെ പേർക്കൊക്കെ മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് പറയോ, കമന്റ് ചെയ്യൂ, നിങ്ങൾക്ക് നന്നായിരുന്നോ, എളുപ്പമായിരുന്നോ എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ ഇന്ന് 2025 കേറ്റിട്ട് എക്സാമില് മാത്തമാറ്റിക്സിന്റെ ഭാഗത്തു നിന്ന് വന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത കേറ്റിട്ടിന് തയ്യാറെടുക്കുന്നവർക്ക് ഒക്കെ ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സിലബസിലുള്ള ഒരു ഭാഗമാണ് അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. എന്താണ് അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഭാജ്യ സംഖ്യകൾക്ക് ആ സംഖ്യയും ഒന്നും മാത്രമേ എന്തായിട്ട് വരുള്ളൂ, ഘടകങ്ങളായിട്ട് വരുള്ളൂ. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2 എന്നുള്ളൊരു സംഖ്യ, 2 എന്ന സംഖ്യ ഒരു അഭാജ്യ സംഖ്യയാണ്, അല്ലെ? കാരണം 1 ഗുണം 2 മാത്രമാണ് 2, അല്ലെ? 1 ഗുണം 2 സമം 2 എന്ന് മാത്രമേ നമുക്ക് 2നെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേ സമയം നിങ്ങൾ 4 എന്ന സംഖ്യ എടുത്തു നോക്കുക. 4 എന്ന സംഖ്യയെ നമുക്ക് 1 ഗുണം 4 എന്നും എഴുതാം, 2 ഗുണം 2 എന്നും എഴുതാം. അപ്പൊ ഇവിടെ എത്ര ഘടകങ്ങളുണ്ട്? 3 ഘടകങ്ങളുണ്ട്, അല്ലെ? 2, 1, 4. അപ്പൊ അതെന്തല്ല? അഭാജ്യ സംഖ്യയല്ല. ഇനി 5 എടുത്തു നോക്കൂ. 5 എന്ന സംഖ്യയെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഗുണം 5 എന്ന് എഴുതാം. പക്ഷെ മറ്റേതെങ്കിലും ഒരു ഗുണന പട്ടികയിൽ നിങ്ങൾക്ക് 5 കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 1ഉം 5ഉം മാത്രമാണ് 5ന്റെ ഘടകം. സോ ഒരു അഭാജ്യ സംഖ്യ ആവണമെങ്കിൽ, ഒരു സംഖ്യ ഒരു അഭാജ്യ സംഖ്യ ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ആ സംഖ്യയും 1 മാത്രമായിരിക്കണം അതിന്റെ ഘടകം. അപ്പൊ ഈ ഓപ്ഷൻസിൽ തന്നിട്ടുള്ളവയിൽ ഏതാണ് അഭാജ്യ സംഖ്യ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 17 നമുക്ക് 1 × 17 എന്ന് മാത്രമേ എഴുതാനായിട്ട് കഴിയുള്ളൂ. 27നെയോ 1 ഗുണം 27 എന്നും നമുക്ക് എഴുതാൻ പറ്റും. 3 ഗുണം 9 എന്നും നമുക്ക് എഴുതാൻ പറ്റില്ലേ? 3 ഗുണം 9 എത്രയാണ്? 27 ആണ്, അല്ലെ? അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് കിട്ടി ഇവിടെ 1, 2, 3, 4 ഘടകങ്ങളാണ് 27നുള്ളത്, അല്ലെ? അതുകൊണ്ട് തന്നെ 27 അല്ല, എന്തല്ല? അഭാജ്യ സംഖ്യയല്ല. നോക്കൂ, ചോദ്യം കൃത്യമായി ശ്രദ്ധിക്കണം. അഭാജ്യ സംഖ്യ അല്ലാത്തത് എന്നാണ് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ 17 കാണുമ്പോൾ അതൊരു അഭാജ്യ സംഖ്യ എന്ന് വിചാരിച്ചിട്ട് ചിലരൊക്കെ അറിയാതെ എന്ത് ചെയ്യും? ഓപ്ഷൻ എ അങ്ങ് കറുപ്പിക്കും, ചോദ്യം കൃത്യമായി വായിക്കാതെ. അപ്പൊ അത്തരത്തിലുള്ള മിസ്റ്റേക്ക് ഒന്നും വരുത്തരുത്. ഇവിടെ അഭാജ്യ സംഖ്യ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ആ സംഖ്യ ഏതാണ്? 27 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അല്ലെ? ദശാംശ സംഖ്യകളുടെ സങ്കലനം, വ്യവകലനം എല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇവിടെ തന്നിട്ടുള്ളത് 43.4 മൈനസ് 23.6 പ്ലസ് 29.6 മൈനസ് 17.4. സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 43.4 നമുക്ക് ആദ്യം പ്ലസ് ഉള്ള നമ്പേഴ്സ് ഒക്കെ ഒരുമിച്ച് എഴുതാം. 29.6, ഇനി മൈനസ് അങ്ങ് കോമൺ ആയി എടുത്ത് ഒരു ബ്രാക്കറ്റ് ഇട്ട് 23.6 പ്ലസ് 17.4. ഇനി എന്ത് ചെയ്താൽ മതി? ഇവരെ തമ്മിൽ ആദ്യം ആഡ് ചെയ്യാം. അപ്പൊ എത്ര വരിക? 43.4 പ്ലസ് 29.6 0 13 73 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇവരെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 23.6 പ്ലസ് 17.4 0 4 41 എന്നും കിട്ടും, അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് മനസ്സിലായി? ഇവിടുന്ന് 43.4ഉം 29.6ഉം കൂടെ ആഡ് ചെയ്തപ്പോ 73 എന്ന് കിട്ടി. മൈനസ് ഇവിടെ എത്ര കിട്ടി? 41 എന്നും കിട്ടി, അല്ലെ? 3ൽ നിന്നും 1 പോയാൽ 2 ആണ്. അതുപോലെ 7ൽ നിന്നും 4 പോയാൽ 3 ആണ്. 32 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. അപ്പൊ എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള സംഖ്യകൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ നെഗറ്റീവിനെ രണ്ടുപേരെയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം പോസിറ്റീവ് സംഖ്യകൾ ആഡ് ചെയ്ത ഉത്തരത്തിൽ നിന്ന്
എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും കൂടെ ചെയ്യാം. 43.4 നിന്നും 23.6 കുറയ്ക്കുക, എന്നിട്ട് ആ ഉത്തരത്തെ 29.6 കൂട്ടുക, എന്നിട്ട് ആ ഉത്തരത്തിൽ നിന്നും 17.4 മൈനസ് ചെയ്യാം. അങ്ങനെയും ചെയ്യാം. അതുപോലെ ചെയ്താലും ആൻസർ വരുന്നത് എന്ത് തന്നെയാണ്? 32 തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 37 സ്ക്വയർ പ്ലസ് 29 സ്ക്വയറിനേക്കാൾ എത്ര കൂടുതലാണ് 37 പ്ലസ് 29 ഹോൾ സ്ക്വയർ? ഇവിടെ ഒരു ചെറിയ തിരുത്തുണ്ട്. ഇവിടെ 29 സംഖ്യ ഓപ്ഷൻ എയില്. ഓപ്ഷൻ എ പറയുന്നത് 2 ഗുണം 37 ഗുണം 29 ആണ്. 2 ഗുണം 37 ഗുണം 29. ഓപ്ഷൻ ബി 37 ഗുണം 29. ഓപ്ഷൻ സി 37 പ്ലസ് 29. ഓപ്ഷൻ ഡി 2 ഇൻറ്റു 37 പ്ലസ് 29. അപ്പൊ എന്താണ് ഈ ഒരു ചോദ്യത്തിന്റെ അർത്ഥം? 37 സ്ക്വയർ പ്ലസ് 29 സ്ക്വയർ എന്ന സംഖ്യയേക്കാൾ എത്ര കൂടുതലാണ് 37 പ്ലസ് 29 ഹോൾ സ്ക്വയർ? അപ്പൊ ഇവിടെ നമുക്ക് എന്തുപയോഗിക്കാം? നമ്മള് കാലങ്ങളായി പഠിച്ചു വരുന്ന നമ്മുടെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലേ? ഇതൊന്ന് എഴുതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 37 പ്ലസ് 29 സ്ക്വയർ അല്ലെ? 37 പ്ലസ് 29 സ്ക്വയർ, എയും ബിയും 37ഉം 29ഉം ആയിട്ട് എടുത്തു. എന്താ വരുന്നേ? 37 സ്ക്വയർ പ്ലസ് 29 സ്ക്വയർ പ്ലസ് 2 ഗുണം 37 ഗുണം 29. അതായത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് 37 സ്ക്വയർ പ്ലസ് 29 സ്ക്വയറിനേക്കാൾ എത്ര കൂടുതലാണ് 37 പ്ലസ് 29 സ്ക്വയർ? ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 3നേക്കാൾ എത്ര കൂടുതലാണ് 5 എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ ഉത്തരം പറയാ? 3നേക്കാൾ എത്ര കൂടുതലാണ് 5? നിങ്ങൾ പറയും 2 ആണെന്ന് അല്ലെ? എങ്ങനെയാ കിട്ടിയത്? 5ൽ നിന്ന് നമ്മൾ 3 കുറച്ചു. അതേപോലെ ഇവിടെ ചെയ്യേണ്ടത് 37 പ്ലസ് 29 സ്ക്വയർ എന്ന് പറയുന്നത് 37 സ്ക്വയർ പ്ലസ് 29 സ്ക്വയറിനേക്കാൾ എത്ര കുറവാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? സോ ഇവിടെയാണ് മൈനസ് സൈൻ വരിക. 37 സ്ക്വയർ പ്ലസ് 29 സ്ക്വയർ അല്ലെ? അത് എത്രയായിരിക്കും? 2 ഗുണം 37 ഗുണം 29 ആയിരിക്കും അല്ലെ? സോ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. സിമ്പിൾ ആണ്. ഇതുപോലത്തെ ചോദ്യമൊക്കെ പലതവണ നമ്മുടെ ഈ കേറ്ററ്റ് പരീക്ഷയ്ക്ക് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ കൂടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയുടെ ബി ശതമാനത്തിന്റെയും ബിയുടെ എ ശതമാനത്തിന്റെയും തുക എ ബിയുടെ എത്ര ശതമാനമാണെന്നാ? എന്താണ്? എയുടെ ബി ശതമാനം നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? എയുടെ ബി ശതമാനം. ഇനി ബിയുടെ എ ശതമാനം നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ? ബിയുടെ എ ശതമാനം A/100 അല്ലെ? എയുടെ ബി ശതമാനം എന്ന് പറഞ്ഞാൽ A ഇൻറ്റു ബി ബൈ 100. ഇവരുടെ തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? അതായത് ഇത് AB/100 ആണ്. ഇതിനെ BA/100 നമുക്ക് എങ്ങനെ എഴുതാം? AB/100 എന്ന് എഴുതാം. ഇനി ഡിനോമിനേറ്റർ ഛേദം തുല്യമാണ്, അതുകൊണ്ട് അതൊരു തവണ എഴുതാം. AB പ്ലസ് AB എന്താ വരുന്നേ? 2AB എന്നല്ലേ വരുന്നത്? AB പ്ലസ് AB. ഇനി ചോദ്യത്തിലേക്ക് നോക്കൂ. ഇവരുടെ തുക AB-യുടെ എത്ര ശതമാനമാണ്? അപ്പോ AB ഇൻറ്റു 2A/100 എന്നാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ അല്ലെ? അതായത് AB-യുടെ 2% ഇവരുടെ തുക. എന്താണ്? AB-യുടെ 2%. AB-യുടെ 2%. അത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് 2. എങ്ങനെയാ ചെയ്തെന്ന് മനസ്സിലായില്ലേ? ഒന്നുകൂടെ നോക്കാം. എയുടെ ബി ശതമാനം എന്ന് പറഞ്ഞാൽ A ഇൻറ്റു ബി ബൈ 100, അതായത് AB/100. ഇനി ബിയുടെ എ ശതമാനം എന്ന് പറഞ്ഞാൽ B ഇൻറ്റു A/100 ആണ്. അതിനെ നമുക്ക് AB/100 എന്ന് എഴുതാം. ഇനി അവരുടെ തുക എന്ന് പറയുമ്പോൾ അവരെ തമ്മിൽ കൂട്ടുക. താഴെ നോക്കൂ, താഴെ സെയിം നമ്പർ ആണ് അല്ലെ? ഛേദം തുല്യമാണ്, അതുകൊണ്ട് അത് ഒരു തവണ എഴുതി 100 എന്ന് എഴുതി. മുകളിൽ AB-യും AB-യും തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? 2AB എന്ന് കിട്ടി. അപ്പൊ ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ AB-യുടെ 2% എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെ? 2 ഇൻറ്റു AB ബൈ അല്ലെങ്കിൽ AB ഇൻറ്റു 2A/100 ആണ്. സോ അതെത്രയാ? AB-യുടെ 2%. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പരീക്ഷ തുടങ്ങാനായി ഒരു ബെല്ലടിക്കുകയും തുടർന്ന് ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും ഓരോ ബെല്ലടിക്കുകയും ചെയ്യുന്നു. ആകെ 6 ബെല്ലടിച്ചു എങ്കിൽ പരീക്ഷാ സമയം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്, ഒന്നും കൂടെ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഒരു പരീക്ഷ തുടങ്ങാനായി ഒരു ബെല്ലടിക്കുകയും തുടർന്ന് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ബെല്ലടിക്കും. അപ്പൊ ആദ്യം പരീക്ഷ തുടങ്ങുമ്പോൾ ഒരു ബെല്ലടിച്ചു അല്ലേ, പിന്നെ എന്താ ചെയ്യുന്നേ, ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും ബെല്ലടിക്കുന്നുണ്ട്. ടോട്ടൽ എത്ര ബെല്ലടിച്ചു എന്നാ പറയുന്നേ, 6 ബെല്ലടിച്ചു എന്നാ പറയുന്നത്. അപ്പൊ ആദ്യം തുടക്കത്തില് ഒരു ബെല്ലടിച്ചു അല്ലെ, തുടക്കത്തിൽ ഒരു ബെല്ലടിച്ചു, അതിനുശേഷം 2, 3, 4, 5, 6 ബെല്ലാണ് അടിച്ചത്. ഇനി ഇവർ അടിക്കുന്ന ഗ്യാപ്പ് എത്രയാ, ഇവിടെ ഒരു അരമണിക്കൂർ, ഇവിടെ ഒരു അരമണിക്കൂർ, ഇവിടെ ഒരു അരമണിക്കൂർ, ഇവിടെ ഒരു അരമണിക്കൂർ, ഇവിടെ ഒരു അരമണിക്കൂർ. കഴിഞ്ഞു. 2 അരമണിക്കൂറും ചേർന്നാൽ 1 മണിക്കൂർ, ഇതൊരു 1 മണിക്കൂർ, ഇതൊരു അരമണിക്കൂർ. ടോട്ടൽ എത്ര മണിക്കൂറാണ്, 2.5 മണിക്കൂർ. എത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കൂ. 2.5 മണിക്കൂറാണ് പരീക്ഷാ സമയം എന്ന് മനസ്സിലായില്ലേ. ഓരോ അരമണിക്കൂറും കൂടുമ്പോഴാണ് ബെല്ലടിക്കുക. മൊത്തം എത്ര ബെല്ലാ അടിച്ചത്, 6 ബെല്ലാണ് അടിച്ചത്. സോ ആ ടൈം ഗ്യാപ്പ് മാത്രം നോക്കിയാൽ മതി. അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും, 2 മണിക്കൂർ 30 മിനിറ്റ്. 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ 30 മിനിറ്റ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 6ാമത്തെ ചോദ്യം, 1600ന്റെ 6.25% എത്രയാണ് എന്നാണ്. എന്താണ്, 1600ന്റെ 6.25%. എങ്ങനെ എഴുതാം, 1600 6.25% എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, 6.25 എന്നുള്ള മിക്സഡ് ഫ്രാക്ഷൻ അഥവാ മിശ്ര ഭിന്നത്തെ നമുക്കൊന്ന് വിഷമ ഭിന്നമാക്കണം. 6 ഗുണം 4 24, 25/4 എന്നാണ് നമുക്ക് 6.25 എന്ന മിശ്ര ഭിന്നത്തിനെ വിഷമ ഭിന്നത്തിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി അതിന്റെ ശതമാനം എന്ന് പറയുമ്പോൾ 25/4 × 100 എന്ന് കിട്ടും അല്ലെ. 25/4 ഗുണം 100 എന്ന് കിട്ടും അല്ലെ. ഇനി സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി, 2 0 കട്ട് ചെയ്യുക, 4 4 16, 25 × 4 എത്രയാ വരുന്നേ, 100 എന്നാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി 25 അതായത് 6.25% എന്ന് പറയുന്നത് 6.25% എന്ന് പറയുന്നത് 1/16 ആണ് എന്ന് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഇതെപ്പോഴും ഈ 6.25% ഒക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പെർസെൻറ്റേജ് ആണ്. അപ്പൊ ഈ 6.25% എന്നുള്ളത് 1/16 ആണെന്ന് അങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ, അങ്ങനെ അറിയാവുന്ന ഒരാൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കിക്കൂടെ. നോക്കൂ, 1600ന്റെ 1/16 ജസ്റ്റ് കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 100 എന്ന് കിട്ടും. കണ്ടോ, അപ്പോ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് 6.25% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1/16 ആണ് എന്നൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കിവിടെ ഓപ്ഷൻ സി 100 എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് 1 3 6 10 15 എന്ന ശ്രേണിയുടെ 10ാം പദം ഏത് എന്നാ ചോദിച്ചിട്ടുള്ളത്. 45 150 55 110 എന്നാണ് നമുക്ക് ആൻസർ ഉള്ളത്. സോ ഏതാണ് ഈ ഒരു ശ്രേണി? 1 3 6 10 15 അല്ലെ, ഇങ്ങനെ പോകുന്ന ഒരു ശ്രേണിയാ. ഇതിലിപ്പോ 5 പദം തന്നിട്ടുണ്ട് അല്ലെ. 1 2 3 4 5 പദങ്ങൾ തന്നിട്ടുണ്ട്. ഇതിന്റെ 10ാമത്തെ പദമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ശ്രേണി കാണുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഈ ശ്രേണിയിലെ സംഖ്യകളുടെ ഒരു ബന്ധം നമുക്ക് അറിഞ്ഞിരിക്കണം. ഇവിടെ നോക്കൂ, 1 എന്ന സംഖ്യയോട് എത്ര കൂട്ടുമ്പോഴാ 2ാമത്തെ സംഖ്യ കിട്ടുന്നത്? 2 കൂട്ടുമ്പോഴാണ് അല്ലെ. 1 + 2 ആണ് 3 അല്ലെ. അപ്പൊ ആദ്യത്തെ സംഖ്യ 1 ആണ്, 2ാമത്തെ സംഖ്യ 1 + 2 ആണ് അല്ലെ. ഇനി 3ാമത്തെ സംഖ്യ ഒന്ന് നോക്കൂ, 6 ആണ്. അതെന്താണ്? 1 + 2 + 3 അല്ലേ 6. 1 + 2 + 3 3 + 3 6. ഇനി 4ാമത്തെ സംഖ്യനെ ഒന്ന് നോക്കൂ, 1 + 2 + 3 + 4 അല്ലെ. അതായത്
1 2 3 3 3 6 6 4 10. ഇനി അടുത്തത് അഞ്ചാമത്തെ സംഖ്യ 1 + 2 + 3 + 4 + 5 ആണ്. അതായത് ആദ്യത്തെ സംഖ്യ 1ഉം രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ 2 എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. മൂന്നാമത്തെ സംഖ്യ ആദ്യത്തെ 3 എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. നാലാമത്തേത് ആദ്യത്തെ 4 എണ്ണൽ സംഖ്യയുടെ തുകയും അഞ്ചാമത്തേത് ആദ്യത്തെ 5 എണ്ണൽ സംഖ്യയുടെ തുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ പത്താമത്തെ പദം എന്ന് പറയുന്നത് ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുകയായിരിക്കില്ലേ? അല്ലേ? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുകയായിരിക്കും നമ്മുടെ പത്താമത്തെ പദം. അപ്പൊ തുക കാണാൻ ഒരു സമവാക്യമുണ്ടല്ലോ, തുക അല്ലെ, തുക സമം n × n + 1 / 2 ആണ്. തുക കാണാനുള്ള സമവാക്യം എന്താ? n × n + 1/2. n എന്ന് പറഞ്ഞാൽ എത്ര സംഖ്യകളുണ്ടോ അതാണ്, സംഖ്യകളുടെ എണ്ണമാണ് n. അപ്പോ n × n + 1/2 എന്ന് പറഞ്ഞാൽ 10 × 11 / 2, അതായത് 5 വരും അല്ലേ, സമം 55 എന്ന് വരും. സോ നമ്മുടെ 55 എന്നുള്ളതാണ് ആദ്യത്തെ 10 പദങ്ങളുടെ തുക. അത് തന്നെയായിരിക്കും നമ്മുടെ എന്ത്, പത്താം പദം. അത് തന്നെയായിരിക്കും നമ്മുടെ പത്താം പദം. അതായത് പത്താം പദമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അത് എത്രയാണ്? 55 ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ പറഞ്ഞത്? സോ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ജസ്റ്റ് നോക്കാം. അതായത് തന്നിരിക്കുന്ന ശ്രേണി അല്ലെ, തന്നിരിക്കുന്ന ശ്രേണിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് ആദ്യത്തെ 2 എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. മൂന്നാമത്തെ പദം എന്ന് പറയുന്നത് ആദ്യത്തെ 3 എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. നാലാമത്തെ പദം ആദ്യത്തെ 4 എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. അങ്ങനെയാണെങ്കിൽ പത്താമത്തെ പദം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക. അപ്പൊ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള സമവാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം, n × n + 1/2. അപ്പോ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 10 × 10 + 1, 10 × 11/2 എത്ര വരും? 55 എന്ന് വരും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തുടർച്ചയായ 8 എണ്ണൽ സംഖ്യകളുടെ തുക 140 ആണ് എങ്കിൽ ആദ്യത്തെ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ തുടർച്ചയായ 8 എണ്ണൽ സംഖ്യകൾ എങ്ങനെ ഉണ്ടാവുക? x + 1 x + 2 അല്ലെ, x + 3 x + 4 x + 5 x + 6 x + 7 x + 8. സോറി, 7 വരെ മതി അല്ലേ. 1 2 3 4 5 6 7. അപ്പൊ ഇവിടെ എഴുതാം x + 7. ഇത്രയുമാണ് തുടർച്ചയായ 8 എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ തുക 140 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ x എല്ലാവരെയും കൂടെ ആഡ് ചെയ്താൽ എത്ര പേരുണ്ടാവും? 8x ഉണ്ടാവും അല്ലെ. പിന്നെ നോക്കൂ, 1 2 3 4 5 6 7 അവരുടെ തുക വേണം. അവരെല്ലാവരെയും കൂടെ കൂട്ടിയാൽ 3 6 6 4 10 15 21 1 27 28 വരും. 8x + 28 സമം എത്രയാ തന്നിട്ടുള്ളത്? 140. എന്താ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ ചെയ്തത് തുടർച്ചയായ 8 എണ്ണൽ സംഖ്യകൾ എഴുതി. ഏതൊക്കെയാ? ആദ്യത്തെ സംഖ്യ x ആയാൽ അടുത്ത സംഖ്യ x + 1 ആയിരിക്കും. പിന്നെ x + 2 x + 3 അങ്ങനെ x + 7 വരെയാണ് 8 എണ്ണൽ സംഖ്യകൾ ഉള്ളത്. ഇതിൽ x എല്ലാവരെയും കൂടെ കൂട്ടിയാൽ 8x എന്ന് കിട്ടും. പിന്നെ സംഖ്യകൾ എല്ലാവരെയും കൂടെ കൂട്ടിയപ്പോൾ 28 എന്ന് കിട്ടി. അവരുടെ തുകയാണ് എന്ത് പറയുന്നു? 140 എന്ന് പറയുന്നത്. അപ്പൊ അത് കൊടുത്തു. ഇനി ഇവിടുന്ന് 8x സമം നമുക്ക് 140 കുറയ്ക്കണം 28 എന്ന് എഴുതാം. അതായത് 8x എന്ത് വരും? 140 നിന്നും 28 കുറയ്ക്കുക. 2 1 112 എന്ന് കിട്ടും അല്ലെ. 8x സമം 112, x സമം 112 ഹരിക്കണം 8 14. x സമം എന്താണ്? 14. ആദ്യത്തെ സംഖ്യ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണേ. x 14 എന്ന് കിട്ടുന്ന സമയത്ത് വേഗം നമ്മൾ ഓപ്ഷനിലേക്ക് പോകരുത്. ചിലപ്പോൾ രണ്ടാമത്തെ സംഖ്യ ആവാം, ചിലപ്പോൾ അവസാനത്തെ സംഖ്യ ആവാം.
അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പൊ ഇവിടെ ആദ്യത്തെ സംഖ്യ ചോദിച്ചിട്ടുള്ളത്, ആദ്യത്തെ സംഖ്യ നമ്മൾ എന്തായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്? എക്സ് ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. സോ ഇവിടെ ആദ്യത്തെ സംഖ്യ ആയിട്ട് ഏതാ വരിക? ഓപ്ഷൻ സി ആണ് വരുന്നത്, 14 ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9ാമത്തെ ചോദ്യം. ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ വയസ്സുകളുടെ തുക 150 ആണ്. 4 വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ വയസ്സുകളുടെ ശരാശരി എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 10 കുട്ടികളുടെ വയസ്സുകളുടെ തുകയാണ് ഇപ്പോൾ എത്ര? 150. അപ്പൊ ഈ 4 വർഷം മുൻപ് ഈ 10 കുട്ടികൾക്കും എത്ര വയസ്സ് വീതം കുറവായിരിക്കും? 4 വയസ്സ് വീതം കുറവായിരിക്കും അല്ലെ? ഇപ്പൊ 4 വർഷം മുമ്പ് എനിക്കും 4 വയസ്സ് കുറവാണ്, 4 വർഷം മുമ്പ് നിങ്ങൾക്കും 4 വയസ്സ് കുറവാണ്. അപ്പോ ഇപ്പോഴത്തെ തുകയിൽ നിന്ന് ഈ ഓരോ കുട്ടികളുടെയും 4 വയസ്സ് നമ്മൾ കുറയ്ക്കണം അല്ലെ? അതായത് 10 കുട്ടികൾക്ക് വീതം എത്ര വയസ്സ് കുറയണം? 4 വയസ്സ് കുറയണം. അതായത് ടോട്ടൽ അവിടെ എത്ര കുറഞ്ഞു? 40 കുറയണം. സോ നമ്മുടെ കയ്യിലുള്ള തുക ഇപ്പൊ എത്രയാ? ഇപ്പോഴത്തെ തുക 150 ആണ് അല്ലെ? അപ്പോ പഴയ തുക അല്ലെ, ഓൾഡ് അല്ലെ, മുൻപ് നമ്മൾ 5 വർഷം മുൻപ് അല്ലെ, 4 വർഷം മുൻപുള്ള തുക എഴുതാം. 4 വർഷം മുൻപുള്ള തുക എത്രയായിരിക്കും? ഈ 150ൽ നിന്നും അല്ലെ ഈ 40 കുറയ്ക്കുന്നതല്ലേ? 150ൽ നിന്ന് 40 പോയാൽ 110 എന്ന് കിട്ടും. ആൻസർ ആയോ? ഇല്ല. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരാശരിയാണ്. എന്താണ് ശരാശരി? ശരാശരി എന്ന് വെച്ചാൽ തുക ബൈ എണ്ണം. ശരാശരി എന്ന് വെച്ചാൽ തുക ബൈ എണ്ണം. തുക ഇവിടെ 110 ആണ്. എണ്ണം എത്രയാണ്? 10 കുട്ടികളാണ്. 10 അല്ലേ? കട്ട് ചെയ്ത് കളഞ്ഞാൽ 11 ആയിരിക്കും നമ്മുടെ ശരാശരി. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത്രയാണ്. ഇപ്പോ 10 കുട്ടികളുടെ വയസ്സിന്റെ തുക 150 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 വർഷം മുൻപ് അവരുടെ തുക എങ്ങനെയായിരിക്കും? ഈ 10 കുട്ടികൾക്കും 4 വയസ്സ് വീതം കുറയും അല്ലെ? അപ്പൊ 10 കുട്ടികളുടെയും 4 വയസ്സ് എന്ന് പറഞ്ഞാൽ 4 ഗുണം 10 40 ആണ്. അപ്പൊ ഇപ്പോഴുള്ള തുകയായ 150ൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? 40 കുറയ്ക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 110 എന്ന് കിട്ടും. കഴിഞ്ഞില്ല, ശരാശരിയാ ചോദിച്ചിട്ടുള്ളത്. ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണമാണ്. അപ്പൊ 4 വർഷം മുൻപത്തെ തുകയാണ് 110. 110നെ എത്ര കൊണ്ട് ഹരിക്കണം? 10 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 11 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് നമ്മുടെ 9ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. 10ാമത്തെ ചോദ്യം, 16/x സമം x/9 ആയാൽ എക്സിന്റെ വില എത്രയാണ്? ഇതും എപ്പോഴും നമ്മുടെ കേട്ടിട്ട് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? 16/x സമം x/9 അല്ലേ? ജസ്റ്റ് ക്രോസ് ചെയ്താൽ മതി. അപ്പോ x², ഈ x ഗുണം x കണ്ടോ, ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ x² സമം 16 ഗുണം 9 എന്ന് കിട്ടും. ഇനി ഇവിടുന്ന് x അല്ലെ, സ്ക്വയർ എന്നുള്ളത് സമത്തിനപ്പുറത്തോട്ട് പോകുമ്പോ എന്തായിട്ട് മാറും? റൂട്ട് ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾ ഗുണിക്കാനൊന്നും നിൽക്കണ്ട. x സമം √16 ഗുണം 9 എന്ന് എഴുതിയാൽ മതി. ഇനി നമുക്കറിയാം റൂട്ട് 16 എത്രയാണ്? 4. √9 എത്രയാണ്? 3 അല്ലെ? അപ്പൊ x എത്ര കിട്ടും? x സമം 12 അല്ലെ? 4 ഗുണം 3 12 ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. x ഗുണം x, x², 16 ഗുണം 9, 16 × 9 അല്ലെ? അവിടുന്ന് x അല്ലെ, സ്ക്വയർ, ഈ സ്ക്വയർ സമത്തിനപ്പുറത്തോട്ട് പോകുമ്പോ എന്തായിട്ട് മാറും? √ഓഫ് എന്നായി പോകും. അപ്പോൾ x സമം √16 ഗുണം 9. എന്നിട്ട് ഇവിടെ നിന്ന് തന്നെ നേരിട്ട് √16 4 എന്നും √9 3 എന്നും എഴുതിയിട്ട് x സമം 12 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മുടെ 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അങ്ങനെ നമ്മൾ ഈ 2025 റീസെന്റ് ആയി കഴിഞ്ഞ കേട്ടിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ? അപ്പോൾ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള ബാക്കി ക്വസ്റ്റ്യൻസും മറ്റ് പരീക്ഷകൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.